വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. അമ്മ വന്ന ദിവസത്തെ കുറച്ച് വീഡിയോസും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസത്തിൻ്റെ എല്ലാ വീഡിയോസും കൂടെ തട്ടിക്കുട്ടിയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അമ്മ വന്നപ്പോൾ കുറേ ചെടികളും അതുപോലെ ചീരത്തണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് നട്ട് വെക്കുവാണ്. അപ്പം ഞാൻ നടാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് റിസ്വാൻ എൻ്റെ കൂടെ വന്നവൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ ഈ സമയത്തൊക്കെയല്ലേ അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പിന്നെ കുറച്ച് ചീരയുടെ തണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഷുഗർ ചീര എന്ന് പറയുന്ന ഒരു ചീരയാണേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ചട്ടിയിൽ തന്നെ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചെടികളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അത് നട്ട് വെച്ചിട്ടുണ്ട്. കിളിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗിലൊക്കെ ഞാനത് ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പം അങ്ങനെ ഞങ്ങൾ ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റിസ്വാൻ എന്താ പറ്റിയെന്ന് അറിയില്ല, നനച്ചിട്ട് മതിയാവുന്നില്ല. പിന്നെ റയ്യാൻ ബാക്കിയുള്ള വേസ്റ്റൊക്കെ വാരാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ ചീരയും അതുപോലെ മുരിങ്ങയിലയും ഒക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു, തോരനും ഒക്കെ ആയിട്ട്. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ചേമ്പുന്നാളും ഉണക്കമീനും ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ചേമ്പുന്നാളും മാങ്ങായും തക്കാളിയും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 ഉണക്കമീനോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അമ്മ കുറച്ച് കാന്താരിയും അതുപോലെ വെളുത്തുള്ളി, തേങ്ങ, പിന്നെ ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ തിളയ്ക്കാൻ വെച്ച കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഉണക്കമീനും മാങ്ങയ്ക്കും ഒക്കെ അതിൻ്റെയൊക്കെ പുളിയും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് കടുക് വറുത്തെടുക്കുവാണ്. അപ്പോൾ നമുക്ക് തോരനും കൂടെ വേണ്ടിയിട്ട് ഒന്നിച്ചാണ് കടുക് വറക്കുന്നത്. അമ്മ ചെയ്തത് കൊണ്ട് തന്നെ എല്ലാം ചടപടയെന്ന് ചെയ്തു. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്നും കാണിക്കാൻ പറ്റില്ല. കടുക് വറക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് സാധാരണ അറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. തോരന് വേണ്ടിയിട്ട് ചതച്ച അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി കടുക് താളിച്ചത് നമ്മുടെ ചേമ്പുന്നാളും കറിയിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ തോരനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ തോരൻ്റെ കൂട്ട് എന്നിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് താളിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചേമ്പുന്നാളും മാങ്ങയും കൂടി ഇട്ട കറി. ഉണക്കമീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ലാസ്റ്റ് ചേർക്കണം കേട്ടോ. ഞാൻ നോക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനൊരു റെസിപ്പിയും കൂടെ ഇനി ഷെയർ ചെയ്യുന്നത്, അമ്മ ഉണങ്ങിയ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് അച്ചാറിട്ട് വെക്കുവാണ്. പിന്നെ കൂടെ ചാമ്പയ്ക്ക അച്ചാറും കൂടി ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഉണങ്ങിയ മാങ്ങ ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി എടുക്കുവാണ്. ചാമ്പയ്ക്കയും കൂടെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. ഇനി അച്ചാർ വയ്ക്കാൻ തുടങ്ങാം. ചീനിച്ചട്ടി വെച്ചു, നല്ലെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ഉലുവ ഇട്ടു. അതിലേക്ക് കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് അരിഞ്ഞ വെളുത്തുള്ളി എത്ര വേണേലും ചേർക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിനും നമ്മളെടുക്കുന്ന മാങ്ങയ്ക്ക് അനുസരിച്ചും ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന മാങ്ങായി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തേക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാം. അതും ഇതുപോലെ തന്നെ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടെ, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് കാന്താരി അധികത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചാമ്പയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ രണ്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ.
ഉച്ചക്കത്തെ ഊണും ഒരു ചെറിയ മയക്കത്തിനൊക്കെ ശേഷം നമ്മളിപ്പോൾ പോകുന്നത് ഷെയ്ഖ് സായദ് പള്ളി കാണാൻ വേണ്ടിയിട്ടാണ്. കുറേ ദിവസം കൊണ്ട് പോകണമെന്ന് വിചാരിക്കുകയാണ്, പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് പോകാനായിട്ട് സാധിച്ചേട്ടോ. അപ്പോൾ അവിടെ അൽഹോസൻ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും PCR ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും പോകുന്ന സമയമൊക്കെ ലേറ്റായി. അപ്പോൾ ഇവിടുന്ന് കുറച്ചധികം നടക്കാനുണ്ട് പള്ളിയിലേക്ക്. അപ്പോൾ നടക്കാൻ പറ്റാത്തതായിട്ടുള്ളവർക്ക് ഇതുപോലത്തെ വണ്ടിയിൽ പോവാം. പക്ഷെ നമ്മൾ പോയ ദിവസം കുറേ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി കിട്ടി. അപ്പോൾ നമ്മൾ അതിൽ കയറിയാണ് അങ്ങ് പോയത്. നമ്മൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണും, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതിനെക്കുറിച്ച് എന്ത് പറയാനാണ്, ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് അത്രയും ഇതായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. അപ്പം വീഡിയോസ് ഫുള്ള് കാണാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കണം. അപ്പം മറ്റൊരു പുതിയ വ്ളോഗിലോ റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം.